ദൃശ്യം 2 റിലീഫ് എന്ന് പറയാൻ പറ്റുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം ദൃശ്യം 2 എന്ന് പറയുന്ന ചിത്രം OTT റിലീഫായിരുന്നു. അന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ഇതുപോലെ തിയേറ്ററിൽ വരുന്നതിന് വേണ്ടി, തിയേറ്ററിൽ കാണാൻ വേണ്ടി ഇപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ദൃശ്യം 2 എന്ന് പറയുന്നത് വന്നത് OTT റിലീഫാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ്. ഏപ്രിൽ 10 ഓൾ ഇന്ത്യ റിലീഫ് ദൃശ്യം 2, ദൃശ്യം 3 അല്ലേ, ദൃശ്യം 2 റിലീഫ് ചെയ്യുന്നു എന്നുള്ള വാർത്ത മോഹൻലാൽ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ദൃശ്യം 3 മാറ്റിവെച്ചു, മെയ് 21 മാറ്റിവെച്ചു, വീണ്ടും ഏപ്രിൽ 10 ദൃശ്യം 3 റിലീഫ് ചെയ്യുന്നു എന്ന് സംശയിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ദൃശ്യം 2 ആണ്. ദൃശ്യം 2നെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന ഒരു കാര്യം, ദൃശ്യത്തിൽ തുടങ്ങാം. ദൃശ്യം എന്ന് പറയുന്നത് സാധാരണ ഒരു മലയാള സിനിമയായിരുന്നു, ഒരു കുടുംബചിത്രം. ഇതിൻ്റെ ലേബലിൽ വരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യ ഷോയ്ക്കൊന്നും വലിയ ഹൗസ്ഫുള്ളായിട്ടൊന്നും ഓടിയില്ല. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ആൾക്കാരെ ഞെട്ടിത്തിരിഞ്ഞ് നിന്നു. മറ്റുള്ളവരോട് അവർ പറഞ്ഞു ഇതുപോലൊരു ചിത്രം മലയാളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ അടുത്ത ഷോട്ട് തിയേറ്റർ നിറഞ്ഞു കവിയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു, പക്ഷേ രണ്ടാമത്തെ ഷോട്ട് ടിക്കറ്റ് കിട്ടാനേ ഇല്ല. എനിക്ക് തോന്നുന്നു 200, 300, 400, ചില സമയത്ത് 1500 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്തവരുണ്ടായിരുന്ന ആൾക്കാർ. അതുപോലൊരു കുതിച്ചുകയറ്റമായിരുന്നു. ദൃശ്യം എന്ന് പറയുന്ന ചിത്രം ഒരു നാഴികക്കല്ലുമായിരുന്നു. കാരണം മലയാളത്തിലെ ആദ്യത്തെ 50 കോടിയായിരുന്നു. മലയാള സിനിമയിൽ 50 കോടിയൊക്കെ തേക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന സമയത്താണ് മലയാളത്തിൽ നമുക്ക് പറ്റും എന്ന് ദൃശ്യം കാണിക്കുന്നത്. അതിനുശേഷം ദൃശ്യം 2നുള്ള കാത്തിരിപ്പായിരുന്നു, ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, OTT റിലീഫായിട്ടാണ് വന്നത്. ദൃശ്യം 2 OTT റിലീഫായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലെയും സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമാ പ്രേമികളും ഈ ചിത്രം കണ്ടു. ഏതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത? അങ്ങനെ ദൃശ്യം ജോർജ് കുട്ടി ഫാൻസായി മാറി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ. കൊറിയയിലും ചൈനയിലും എന്നുവേണ്ട എല്ലാ ഭാഷയിലും ഈ ചിത്രം ഇറക്കി. ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ എല്ലാ ഭാഷയും, മിക്കവാറും എല്ലാ ഭാഷയിലും ഇന്ത്യയിൽ തന്നെ ഇറക്കി. ഒരു മലയാള സിനിമ ഇത്രമേൽ അന്യഭാഷക്കാർ ഏറ്റെടുത്ത വേറൊരു ചിത്രമുണ്ടോ എന്നുള്ള സംശയമാണ്. അതുപോലായിരുന്നു ദൃശ്യം 2, ദൃശ്യം 1. ഇതിനുശേഷമാണ് നമ്മൾ ദൃശ്യം 3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. വാരിക്കൂട്ടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറുന്നു. ഏപ്രിൽ 2 റിലീഫിംഗ് ഡേറ്റ് നിശ്ചയിച്ചെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധം ആകപ്പാടെ തകിടം മറിച്ചു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, തിയേറ്റർ തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ദൃശ്യം 2 മാറ്റിവെക്കുന്നത്. മെയ് 21 മാറ്റിവെക്കുന്നത്. ഇതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അന്ന് ദൃശ്യം 2 തിയേറ്ററിൽ കാണണമെന്നാഗ്രഹിച്ച പ്രേമികളുടെ മുമ്പിലേക്ക് ദൃശ്യം 2 തിയേറ്ററിലെത്തുന്നു. ഓൾ ഇന്ത്യ റിലീഫാണ്, ഏപ്രിൽ 10 എത്തുന്നു. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക അല്ലേ? ദൃശ്യം പ്രേമികളുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എല്ലാ ഭാഷയിലും ദൃശ്യം ഇഷ്ടപ്പെടുന്നവർ, ഒരു ദൃശ്യം പ്രേമികൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാത്തിരിക്കുക. എനിക്കും തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. അതിൽ വലിയ സ്ക്രീനിലൊക്കെ നമ്മുടെ ദൃശ്യം, ജോർജ് കുട്ടിയുടെ ദൃശ്യം 2ൻ്റെ ക്ലൈമാക്സേ, അതൊക്കെ ഗംഭീര സാധനമാണ്. അതൊക്കെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. ഏപ്രിൽ 10 ദൃശ്യം 2 അല്ല, ദൃശ്യം 3 അല്ല, ദൃശ്യം 2 എത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.